അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുനൂത്തുമായി സംബന്ധിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാരാകുന്ന സുന്നികളും അതുപോലെ തന്നെ വിരുദ്ധമായി നടക്കുന്ന ബിദ്അത്തുകാർ തമ്മിലുള്ള വലിയൊരു ഇബാദത്തിനെ തന്നെ ഇല്ല എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ ആളുകൾ വിളിച്ചപ്പോൾ ഒരുപാട് ഹദീത്തിൽ ഉണ്ടല്ലോ, ഇല്ല എന്നുണ്ടല്ലോ, അതാണ് ഇല്ല എന്ന് പറയാൻ കാരണം എന്നൊക്കെ പറഞ്ഞറിയിച്ചപ്പോൾ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഏതുമാകട്ടെ, ഹദീത്തോ ഖുർആനോ, അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ, വിശദീകരണങ്ങൾ പറയേണ്ടത് ഇമാമുകളാണ്, അഥവാ മുജ്തഹിദുകളാണ്, പിൽക്കാരക്കാരായ അവരുടെ ശിഷ്യന്മാരാണ്. അതുപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഇമാമുകളാണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഒരു ഹദീസിനിക്ക് പല മഅനകളും നമുക്ക് കാണാൻ കഴിയും. അത് ഇമാമുകൾക്കത് പറയാനുള്ള പക്വതയും അർഹതയുമുണ്ട്. അവർ പറഞ്ഞതാണ് ഇവിടെ നിയമമായിട്ട് പിന്നീട് വരുന്നത്. സുന്നികളായ ആളുകളൊക്കെ നാം പറയുന്നത് ഇമാമുകൾ എന്ത് പറയുന്നു, അവരുടെ വീക്ഷണം എന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് നമ്മുടെ പരിശുദ്ധ ദീനിൻ്റെ ഓരോ അമലുകൾക്ക് നാം പറയുന്ന തെളിവുകൾ. അതല്ലാതെ ഹദീസിലുണ്ടെന്ന് മാത്രം പറഞ്ഞു പോകുന്നവരല്ല. ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇമാമുകളുണ്ട്. അവർ പറഞ്ഞതിന് ഉൾക്കൊണ്ടായിരിക്കണം ഒരു ഹദീസിനെ നാം പറയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. എന്നാൽ ബിദ്അത്തുകാർ ചെയ്യുന്നത് എങ്ങനെയല്ല. ഹദീസിൽ എന്താണോ പറഞ്ഞത് അതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടാനുസരണം നിയമങ്ങളെ, മസ്അലകളെ പറയുകയാണ്. അതൊരിക്കലും ശരിയായ രൂപം അല്ല. ഇമാമുകളാണ് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. എന്നാൽ ഇവരുദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസിനെ കുറിച്ചിട്ട് ഇമാമുകൾ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ആ ഹദീസ് നമുക്ക് ഓരോന്നുമായിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ ബഅദ റുകൂഇ, എന്നിട്ട് തുമ്മ തറക. ഈ ഹദീസ് ഒരുപാട് ഹദീസ് ഉണ്ട്, അതിൽ ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ബഅദ റുകൂഇ ഫീ സ്വലാത്തിഹി ശഹ്റൻ, എന്നിട്ട് അവസാനം പറയുന്നു തുമ്മ തറക ദുആ ലഹും. രണ്ട് ഹദീസും സ്വഹീഹാണ്. ഈ ഹദീസിന്റെ അർത്ഥം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് ഓതി പിന്നെ ഖുനൂത്ത് ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അതിനെ വിശദീകരണം പറയേണ്ടത്, അതിൻ്റെ ആശയം പറഞ്ഞു തരേണ്ടത് ഇമാമുകളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതായിട്ട് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ ഏകദേശം 238 പേജിൽ നോക്കിയാൽ കാണാം. എന്താ മഹാനവറുകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഈ ഹദീസിനൊക്കെ പറഞ്ഞു പറയുന്നു, ഫഅമ്മൽ ഖുനൂതു ഫിസ് സുബ്ഹി ഫമഹ്ഫൂദൻ, സുബ്ഹിയിലുള്ള ഖുനൂത്ത് അത് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് അയ്യല്ലാൻ ഇട്ടുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ഖാല ഷാഫിഈ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വീണ്ടും ഇതേ ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫമ്മാ മാ റവാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഈ ഹദീസ് ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാനുള്ളത്, ഫഇന്നഹു തറക്കൽ ഖുനൂത ഫീ 4 സ്വലവാത്തിൻ ദൂന സുബ്ഹി, ഈ ഹദീസിനെ വെക്കേണ്ടത് 4 നിസ്കാരങ്ങൾക്ക് മാത്രമാണ്. സുബ്ഹിക്ക് ഈ ഹദീസ് തെളിവായിട്ട് വരൂല. ഈ പറഞ്ഞത് 4 നിസ്കാരത്തിൽ ഉപേക്ഷിച്ചു എന്നാണ്, അതല്ലാതെ സുബ്ഹിയിൽ ഉപേക്ഷിച്ചു എന്ന് അർത്ഥം ഇല്ല. അങ്ങനെ ഇതിനിക്ക് മഅനയില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ കാണാം. പോരാ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെക്കുറിച്ചിട്ട്, ഈ ഹദീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വഅമ്മൽ ജവാബ് അൻ ഹദീസി അനസിൻ വഅബി ഹുറൈറ റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി തുമ്മ തറകഹു എന്നുണ്ടല്ലോ.
ഈ രണ്ടാളുടെ ഹദീസിലും സ്വഹീഹാണല്ലോ, അതുകൊണ്ടാണ് ചർച്ചക്കെടുക്കുന്നത്. തുമ്മ തറക്കഹു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദിബിന്റെ 3-ാം വാള്യത്തിൽ 467-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇത് അവർക്കുള്ള ദുആ ഉപേക്ഷിച്ചു എന്നാണ്, അവർക്കുള്ള ലഅനത്ത് ഉപേക്ഷിച്ചു എന്നാണ്. ലാ തറക ജമീഅൽ ഖുനൂതി, ഖുനൂത്ത് മുഴുവനായിട്ടും ഉപേക്ഷിച്ചതായിട്ട് ഇത് തെളിവിന് പറ്റൂല. ഖുനൂത്ത് തീരെ ഇല്ല എന്ന്, ഖുനൂത്ത് നബി തങ്ങൾ ഉപേക്ഷിച്ചു എന്നതിനുള്ള തെളിവല്ല ഇത്. വെറും ഫഖത്ത് എന്നിട്ട് കൊണ്ട് പറയുന്നു, വെറും ആ കുഫാറുകൾക്കുള്ള ദുആക്കും അവർക്കെതിരെയുള്ള ലഅനത്തിന് മാത്രമാണ് ഇതിനെ ചുമത്തേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതല്ലെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ ഔ തറക്കൽ ഖുനൂത ഫീ ഗൈരി സ്വബ്ഹി, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കണം, സ്വബ്ഹി അല്ലാത്ത നിസ്കാരത്തിൽ ഖുനൂത്ത് ഉപേക്ഷിച്ചു എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. എന്നിട്ട് പറയുന്നു, ഈ തഅ്വീൽ തന്നെയാണ് വളരെ സ്പഷ്ടമായ തഅ്വീല്. കാരണം അനസ് റളിയല്ലാഹു അൻഹു വേറെയും ഹദീസ് ഉണ്ടല്ലോ, ലം യസൽ യഖ്നുതു ഫി സുബ്ഹി ഹത്താ ഫാറഖത് ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്ത് വരെ ഖുനൂത്ത് ഉപേക്ഷിച്ചതായിട്ട് ഇല്ല, ഖുനൂത്ത് എപ്പോഴും ഓതിക്കൊണ്ടിരുന്നു എന്ന് സ്വരീഹായ ഹദീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഹദീസ് പറയുന്നത് പോലെയല്ല, അത് സുബ്ഹിയുടെ ഖുനൂത്തിനെ കുറിച്ചിട്ടല്ല എന്ന് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി പറയുന്നുണ്ട്. അതുകൊണ്ട് നാം എടുക്കേണ്ടത് ആരുടെ വിശദീകരണത്തെയാണ്? ബിദ്അത്തുകാർ പറയുന്ന, ഇന്ന് കാണുന്ന ബിദ്അത്തുകാരെ പറയുന്നതാണോ? അതല്ല ഇമാമുകൾ പറയുന്നതാണോ? ആരാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു? ഇവരൊക്കെയാണ് നമുക്ക് നിസ്കാരം പഠിപ്പിച്ചത്. അവർ പറഞ്ഞതിനെ തള്ളിക്കൊണ്ട് സ്വന്തം അഭിപ്രായം ഇവിടെ പറയാണ്. ഇരിക്കട്ടെ, ഈ ഹദീസിനെ കുറിച്ച് അതാണ് ഇമാമുകൾക്ക് പറയാനുള്ളത്, നമുക്ക് പറയാനൊന്നുമില്ല. അവർ പറഞ്ഞത് നാം പറയുന്നു എന്ന് മാത്രമാണ്. മറ്റൊരു ഹദീസ് മറ്റൊരാളുടെ തന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് കഴിഞ്ഞു മറ്റൊരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ബൈഹഖി റളിയല്ലാഹു അൻഹു, ദാറഖുത്നി റളിയല്ലാഹു അൻഹു അവരുടെ കിതാബുകളിലൊക്കെ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഹദീസ്? രണ്ടാമത്തെ ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. എന്താണ് ഹദീസ്? അന്നഹു നഹാ അനിൽ ഖുനൂതി ഫി സുബ്ഹി. സുബ്ഹാനല്ലാഹ്, വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്, സുബ്ഹിയിൽ ഖുനൂത്ത് നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹി ചെയ്തിരുന്നു. എന്നെ ഇവിടെ സംസാരിക്കാനില്ലല്ലോ. എന്നാൽ ഈ ഹദീസ് അങ്ങനെ ഉണ്ടെങ്കിലും ഖാല നബവി റഹിമഹുല്ലാഹ്, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എവിടെയാ പറയുന്നത്? ശറഹുൽ മുഹദ്ദബിൽ തന്നെയാണ് പറയുന്നത്. ശറഹുൽ മുഹദ്ദബ് എന്ന് മറിച്ച് നോക്കണം. അവിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ജവാബൻ ഹദീസ് ഉമ്മി സലമ ഇട്ടുകൊണ്ട് പറയുന്നു, അന്നഹു ലഈഫുൻ, ഈ ഹദീസ് ലഈഫാണ്. ഇമാമാണ് പറയുന്നത്, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്. പിന്നെ നമുക്കെന്താണ് അതിനിടപെടാൻ അധികാരമുള്ളത്? ഇനി പറയണ്ട, ഇവർക്കെതിരായി വരുന്ന ഹദീസുകളൊക്കെ കാണുമ്പോൾ ഇവരൊന്നെങ്കിൽ തള്ളും, അല്ലെങ്കിൽ വിശദീകരണത്തിലേക്ക് അതിനെ കൊണ്ടുവരും. നാമല്ല കൊണ്ടുവരുന്നത് ഇമാമുകളാണ്. അവർ പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും അതിൽ രണ്ടഭിപ്രായമില്ല. അവർ പറഞ്ഞാൽ അത് തീർപ്പാണ്, അത് തീരുമാനമാണ്. സുബ്ഹാനല്ലാഹ്, അത് എന്തുകൊണ്ടാണ് ലഈഫാകുന്നത്? അതിൻ്റെ റാവിയെ കുറിച്ചിട്ട് ചെറിയ ഖലലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇമാം ദാറഖുത്നി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഇവിടെയുള്ള 3 ആളുകൾ ദുആഫാകളാണ്, അവര് തെളിവിന് പറ്റാത്തവരാണെന്ന് പറഞ്ഞിട്ട് 3 ഇമാമുകളെ ഈ ഹദീസിന്റെ റാവികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് കുറേ വിശദീകരിക്കാൻ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ സനദിനെ കുറിച്ചിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞ 2 ഹദീസും ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്കായി. ഇങ്ങനെ ഒരുപാട് ഹദീസുകളെ പറയുന്നുണ്ടവർ. എല്ലാത്തിനെ കുറിച്ചിട്ടും ഇമാമുകൾക്ക് ഓരോന്നിനിക്കും സുബ്ഹാനല്ലാഹ് പറയാനുണ്ട്. വേറൊരു ഹദീസ് അവർ ഉദ്ധരിക്കുന്നതായി കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നസായി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അൻ സഅദ് ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അവരിൽ നിന്ന് വരുന്ന ഹദീസാണ്. എന്നിട്ട് ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇമാമുകൾ അതിനെ കുറിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അവരതിൽ പറയുന്നുണ്ട്, ഈ ഹദീസിലും ലഈഫാണെന്ന വിഷയത്തിൽ ഇമാമുകൾക്ക് പറയാനുണ്ട്. അങ്ങനെ നോക്കിയാൽ എല്ലാ വിഷയത്തിലും അവിടെ ഇമാമുകൾ പറയുന്നത് എടുത്തു നോക്കിയാൽ അവർ പറയുന്ന ഒരു ഹദീസും അവർ പറയുന്ന ഒരു തെളിവും അതൊരിക്കലും
ഖുനൂത്ത് ഇല്ല എന്ന് പറയാൻ അത് തെളിവാവുകയില്ല. എന്നിട്ട് അവസാനം പറയാനുള്ള ഒരു ഹദീസ് ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അൽ ഖുനൂതു ഫിസ് സുബ്ഹി ബിദ്അ, അൽ ഖുനൂതു ഫിസ് സുബ്ഹി ബിദ്അ. ഈ ഹദീസ് സുനൽ കുബ്ര, ബൈഹഖി ഇമാമിനുള്ള സുനൽ കുബ്രയിലും ദാറഖുത്നി ഇമാമിന്റെ കിതാബിലും ഇത് കാണാൻ പറ്റും. ഈ ഹദീസിനെ കുറിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. അസ്സുനുൽ കുബ്ര ലിൽ ബൈഹഖി എന്ന കിതാബിൽ കാണാം. എന്താണ് പറയുന്നത്? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജവാബൻ അൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് അന്നഹു ലഈഫുൻ ജിദ്ദാ, ഈ ഹദീസ് വളരെയേറെ ലഈഫാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ലഈഫ്? അതിന്റെ റാവിയെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിലൊക്കെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം വിശദീകരണം ഇവിടെ പറയാനില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അങ്ങനെ ഒരു സംഭവം തന്നെ സ്വഹാബത്തിന്റെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നില്ല, അവർ ഉപേക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇമാമികൾക്ക് ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം അതിനെ കുറിച്ചിട്ട് സുനൽ കുബ്രയിൽ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അത് നിസിയാനാണ്, ഗഫലത്താണ്, അങ്ങനൊക്കെ പറഞ്ഞിട്ട് വിശദീകരണം പറയുന്നുണ്ട്. ഇതൊരിക്കലും സുന്നികളുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ പറയുന്നതല്ല. പറയുന്നതാരാണ്? ഇമാമുകളാണ്. ഇമാമുകൾ പറഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും പറയാനില്ല. ഇമാമുകൾ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും മിണ്ടാനില്ല. ഇനി ഇതിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ ഖുനൂത്ത് ഉണ്ട് എന്നും ഹനഫി മദ്ഹബിൽ ഖുനൂത്ത് ഇല്ല എന്നും കാണാം. അവിടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു. അതല്ലാതെ അവിടെ ലഈഫായ ഹദീസുകളെ കൊണ്ടുവന്നിട്ടല്ല. അതും നമുക്കിവിടെ സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് മുജ്തഹിദുകളായ ഇമാമുകൾക്ക് പറയാനുള്ളത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഇടപെടുന്നതായി നമുക്ക് കിതാബുൽ ഉമ്മിൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇമാമുകളെ പിൻപറ്റി, മഹാന്മാരായ അയിമ്മത്തിനെ പിൻപറ്റി, നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്ന അയിമ്മത്തുകളെ പിൻപറ്റി അവരുടെ കിതാബുകൾ നോക്കി സന്തോഷത്തോടെ ദീന് പറഞ്ഞതുപോലെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.